നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുന്നേ? വെള്ളം കുടിക്കണമെങ്കിലേ അടുക്കളയിലോട്ട് ചെല്ല്. പോകാൻ. നന്ദി, വളരെ ഉപകാരം. പോട്ടെ അമ്മായി. എന്നാലും എന്തൊരു സാധനം മോളെ ഇവള്. അവളുടെ നോട്ടോ ഭാവോ പിടിക്കുന്നില്ല എനിക്ക്. മോള് വാ. ആവോ, അമ്മയും മോളും സ്ഥലം വിട്ടു. ഇനി സമാധാനത്തോടെ മഹേട്ടനെ കാണാം. മഹേട്ടൻ ഇതിനകത്തില്ലേ? അയ്യോ, ആരാ വാതിലടച്ചത്? മഹേട്ടനിത് എവിടെ പോയി? ഇത് മഹേട്ടന്റെ മുറി തന്നെയാണോ? മഹേട്ടൻ അയ്യോ, ഇത് പാരാ? മഹേട്ടനായിരിക്കോ? അയ്യോ അയ്യോ, മഹേട്ടനാണല്ലോ. അനുവാദമില്ലാതെ മഹേട്ടന്റെ മുറി കയറിയതിന് എന്നെ വഴക്ക് പറയൂ. അയ്യോ അയ്യോ മഹേട്ടൻ എന്നെ കണ്ട കുഴപ്പമായത് തന്നെ. ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്തു പോകും? മഹേട്ടൻ ഉറങ്ങിയിട്ട് പോവാം, അതാ നല്ലത്. മഹേട്ടൻ ഉറങ്ങിയോ? അനക്കൊന്നുമില്ലല്ലോ. ഉറങ്ങിയിട്ടുണ്ടാവും. മഹേട്ടാ, ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എപ്പോഴാ മഹേട്ടനെ തനിച്ചു കിട്ടാന്ന് അറിയില്ലല്ലോ. ഞാൻ ഉണർത്തുന്നില്ല, പോവാ. ആരും കണ്ടില്ല. മഹേട്ടനെ കാണാൻ ഇനി അവസരം കിട്ടുമല്ലോ. അപ്പൊ മഹേട്ടനോട് സംസാരിക്കാം. ഇതാരായിരിക്കും? ഓ, ഇതായിരിക്കും മഹേട്ടന്റെ മോള്. ഹായ്. പൊക്കോ, ഇനി ഞാൻ ഷൂട്ട് ചെയ്യും. വേഗം പൊക്കോ. ആഹാ, ഈ കളിത്തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്താ ഞാൻ ചത്തോന്നുമില്ലല്ലോ. ഇപ്പൊ മോള് ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് വേദനിച്ചൊന്നുമില്ലല്ലോ. വേദനിച്ചില്ലേ? എന്നാ പിടിച്ചോ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ദേഹം നോവും. നോവട്ടെ. വേണ്ട. അയ്യോ അയ്യോ, നിക്കടി മോളെ, വേണ്ട. എടി നിക്കടി. മോളെ മോളെ നിക്ക്. ഓടാതെ നിക്ക്. മോളെ വേണ്ട, മോളെ നിക്കാൻ. മോളെ പ്ലീസ്, മോളെ വേണ്ട വേണ്ട പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? അത് മോളെന്നെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ഞാൻ അറിയാതെ ബഹളം വെച്ച് പോയതാ. മോള് കളിച്ചതാ.
ഈ സമയത്താണോ നിന്റെ കളി? ഇങ്ങനെ ആളെ ഷൂട്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഇതുപോലെ ആരെയും ഷൂട്ട് ചെയ്തിരുന്ന നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചെയ്താൽ എന്താ? മഹി എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെയും കൊല്ലോ? ഈ തോക്ക് മതിയോ എന്നെ കൊല്ലാൻ? എന്നാ കൊല്ല്. എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെ കൊന്നേക്ക്. ഞാൻ മരിച്ചോളാം. കൊന്നേക്ക്. മാളു, ഇങ്ങനെയൊന്നും പറയരുത്. പറയും, ഇനിയും പറയും. മഹി എന്നെ കൊല്ല്. ദേ, നീ നല്ല തല്ല് വാങ്ങും. തല്ല്, തല്ലിക്കൊല്ല്. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ, അമ്മയെ കാണാലോ. മാളു, മോളെ തല്ലരുത്. അയ്യോ, കൊച്ചു കുഞ്ഞല്ലേ ഇവള്. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ തല്ലാൻ പാടില്ല മഹിയേട്ടാ. തെറ്റ് തിരുത്തി കൊടുക്കണം. ഇങ്ങനെയൊന്നും അച്ഛനോട് പറയരുത് മോളെ. എന്തിനാ മോളെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നാത്തൂനെ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ഇതാണ് മഹിയേട്ടനെ അലട്ടുന്ന പ്രശ്നം, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. നീ എന്തിനാടി മഹിയേട്ടന്റെ കൈ പിടിച്ചത്? അതിന് നിനക്കെന്താ അധികാരം? എനിക്ക് അധികാരമൊന്നുമില്ല. മഹിയേട്ടൻ മോളെ തല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. എടി, നീ എപ്പോഴാ ഇവിടുന്ന് പോകുന്നേ? എപ്പോഴാ പോവേണ്ടത്? നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം. നിനക്കേ മഹിയേട്ടന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാൻ അറിയാത്ത മഹിയേട്ടനല്ലല്ലോ ഈ മഹിയേട്ടൻ. നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ മഹിയേട്ടന്റെ കയ്യിൽ പിടിച്ചത് മഹിയേട്ടന് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോണ്ടാ മഹി പ്രതികരിക്കാതെ പോയത്. അല്ലെങ്കിൽ മാളൂന് കിട്ടേണ്ട അടിയെ നിന്റെ കരണത്ത് കിട്ടിയേനെ. നീ മഹിയേട്ടന്റെ കൺമുന്നിലൊന്നും ചെന്ന് പെടണ്ട. നല്ല വഴക്ക് കിട്ടും, തല്ലും കിട്ടും. നാളെ തന്നെ നീ സ്ഥലം വിട്ടു. അതാ നിനക്ക് നല്ലത്. നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടേക്കരുത്. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.